SSLC കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററിലെ IUPAC നെയിമിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിക്കേണ്ടത് ബ്രാഞ്ച് ഇല്ലാത്തത്, അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ശാഖകളില്ലാത്ത നെയിമിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് 1 മുതൽ 10 വരെ കാർബൺ വന്നാൽ അതിനെ എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ ഒന്നാമത് പഠിക്കുന്നത് ആൽക്കെയിനെ കുറിച്ചാണ്. ആൽക്കെയിനാണ് ഓർമ്മിക്കേണ്ടത് ഏകബന്ധനം, സിംഗിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. അതിൽ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് വേർഡ് റൂട്ട് ഏതാണ്, എത്ര കാർബൺ ആണ് ഉള്ളത് നോക്കുക, അതിന്റെ വേർഡ് റൂട്ട് എടുക്കുക. പ്ലസ് എയിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, ANE ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ CH3 എന്ന് പറയുമ്പം ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏതെടുക്കുക, മെത്താണ് വരിക, മീത്ത്. പ്ലസ് എന്തിട്ട് കൊടുക്കണം, എയിൻ. മീഥെയിൻ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി രണ്ടാമത് നമ്മൾ നോക്കുന്ന കേസിൽ CH3 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ നോക്കുമ്പോൾ 2 കാർബൺ ആണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാർബൺ ആണെങ്കിൽ മെത്ത്, രണ്ടാമത്തെ കാർബൺ ഉണ്ടെങ്കിൽ എത്ത്. അപ്പൊ ഏതാ വരിക, ഈഥെയിൻ ആണ് വരുന്നത്. അടുത്തൊരു എക്സാമ്പിൾ CH3 CH2 CH2 CH3. ഇങ്ങനെ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എണ്ണി നോക്കാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ടിൻ. ഒരിക്കലും 1 2 3 4 എണ്ണാൻ പാടില്ല, നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഫസ്റ്റ് തന്നെ എണ്ണി നോക്കാം, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ടിൻ. ഇപ്പൊ എന്താ വരിക, ബ്യൂട്ട് പ്ലസ് എയിൻ, ബ്യൂട്ടെയിൻ ആണ് വരുന്നത്. ക്ലിയർ? രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കീൻ ആണ്. ആൽക്കീൻ വരുന്ന സമയത്ത് സെയിം നിങ്ങൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് 2 കാർബൺ ആണുള്ളത്. അപ്പൊ എന്തായിരിക്കും വരിക, മെത്ത്, എത്ത്. അപ്പൊ എന്ത് വരും, ഈഥീൻ ആണ് വരുന്നത്. ലാസ്റ്റ് എന്ത് ഇട്ട് കൊടുക്കാം, വേർഡ് റൂട്ടിന്റെ കൂടെ ENE ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3-ലധികം വരുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ എത്ര കാർബൺ ഉണ്ടോ അതിന് നമ്പർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏതിലാണോ ഡബിൾ ബോണ്ട് വരുന്നത് ആ നമ്പറാണ് ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത്. ഇവിടെ വരുന്ന സമയത്ത് രണ്ടാമത്തതിലാണ് ഡബിൾ ബോണ്ട്, അതായത് 1 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് വരുന്നു. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ടാമത്തതിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ 1ഉം 2ഉം വെച്ച് നോക്കുമ്പോൾ ഏതാ ചേർത്ത് വരുന്നത്, 1 അല്ലേ. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഫസ്റ്റ് ഒന്നാമത്തതിലാണ് നമ്മൾ. ഇനി ശ്രദ്ധിക്കേണ്ടത് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം, മെത്ത്, എത്ത്, പ്രൊപ്പ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊപ്പ് എഴുതുക. ഒന്നാമത്തതിലാണ് സിംഗിൾ ബോണ്ട് വരുന്നത്, പ്ലസ് ഈൻ ആഡ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ആദ്യം നമ്പർ കൊടുക്കുക, എന്നിട്ട് ഏതിലാണോ ഡബിൾ ബോണ്ട് വരുന്നത് അതിലെ ഏറ്റവും ചെറിയ നമ്പർ എടുക്കുക. ഇവിടെ ഒന്നാമത്തതിലാണ് വരുന്നത്, നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടാമത്തതിൽ വന്നു, അപ്പോൾ 2-നേക്കാൾ ചെറുതാണ് 1. അപ്പോൾ ആദ്യത്തെ നമ്പറാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം നമ്പർ ഇട്ട് കൊടുക്കുക, 1 2 3 4 5. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് ഡബിൾ ബോണ്ട് വരുന്നത് നോക്കാം. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ 3ാമത്തതിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് രണ്ടാമത്തതിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏത് നമ്പറാണ് യൂസ് ചെയ്യുക, 2 ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കേണ്ടത് എണ്ണി നോക്കാം, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. പെന്റ് 2 ആൽക്കീൻ ആയതുകൊണ്ട് ENE ചേർത്ത് കൊടുക്കാം. പെന്റ് 2 ഈനാണ് വരുന്നത്. അടുത്ത എക്സാമ്പിൾ നമ്പർ ചെയ്ത് കൊടുക്കുമ്പോൾ 1 2 3 4. ഓക്കെ, ഇതില്
ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ തേർഡിലാണ് വരുന്നത്. നെക്സ്റ്റ് ഓപ്പോസിറ്റ് നോക്കുന്ന സമയത്ത് ഫോർത്തിലാണ് വരിക. അപ്പൊ ഏതാ ചെറുത് വരുന്നത്? തേർഡ് അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്പർ നമ്മൾ 3 ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് എണ്ണി നോക്കാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്. അപ്പൊ എന്താ വരിക? ഹെപ്റ്റ് 3 ഈന് വരും. ക്ലിയർ? ഇതില് നമ്മുടെ ആൽക്കീനിൽ പഠിച്ചതുപോലെ തന്നെ ആൽക്കീനിൽ നമ്മൾ ഡബിൾ ബോണ്ട് വെച്ചിട്ടാണ് പഠിച്ചത്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരും, ത്രിബന്ധനാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തതിൽ നമ്മൾ നോക്കുന്നത് 2 കാർബണാണ് ഉള്ളത്. അപ്പൊ എങ്ങനെയാണ്? മെത്ത്, എത്ത്. അപ്പൊ എന്ത് വരും? പ്ലസ് YNE ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ വരും. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിളില് ഫസ്റ്റ് സെയിം ആൽക്കീനിൽ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ നമ്പർ കൊടുക്കാം. 1 2 3 4 5. ഇവിടെ നോക്കിയേ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തതിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ രണ്ടാമത്തതിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്പർ 2 ആണ്. ഏതാണോ ചെറിയ നമ്പർ അതാണ് ചൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് എണ്ണി നോക്കാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. പെന്റ് 2 Y എന്നിവയാണ് വരുന്നത്. ഓക്കെ, മലയാളമാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ 3 കേസിലും നെയിമിംഗ് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പൊ മക്കൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ശാഖകൾ ഇല്ലാത്ത കേസിലാണ് നെയിമിംഗ് പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ശാഖകളോട് കൂടിയത് പഠിക്കാം. ഓക്കെ.